പത്തനംതിട്ടയിൽ 64 പേർക്ക് എതിരെ പരാതിയുള്ള ലൈംഗിക പീഡന കേസിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 20ആയി. റാന്നിയിൽ നിന്നുള്ള 6 പേരുടെ അറസ്റ്റാണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയത്. അറസ്റ്റിലായവരിൽ നവവരനും പ്രതിശ്രുതവരനും +2 വിദ്യാർത്ഥിയും സഹോദരങ്ങളുമുണ്ട്. പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി. 7 FIRകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. പിന്നോക്ക വിഭാഗക്കാരി പെൺകുട്ടി, കായിക താരം, 3.5 വർഷത്തിലധികം നീണ്ട ലൈംഗിക ചൂഷണം. ആരോപണ വിധേയരിൽ പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും നാട്ടുകാരും. അപൂർവ ലൈംഗിക ദുരുപയോഗമാണ് ഉണ്ടായത്. സ്കൂളിലും വീട്ടിലും പൊതുവിടത്തിലും എന്തിന് വാഹനത്തിൽ പോലും പെൺകുട്ടി അതിക്രമത്തിനിരയായി. പത്തനംതിട്ട നഗരത്തിൽ ചുട്ടിപ്പാറയിലെത്തിച്ചും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് മൊഴി. പാറയ്ക്ക് മുകളിലേക്ക് മറ്റാരും കടന്നു വരുന്നില്ല എന്നുറപ്പാക്കാൻ കാവലിനും ആളുണ്ടായിരുന്നത്രേ. തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രതികളെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ആരൊക്കെ എന്നുള്ള നിലയ്ക്കും എവിടെ വെച്ചെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ആയിട്ട് തെളിവ് ശേഖരണം പുരോഗമിക്കുന്നതാണ് പോലീസിൽ നിന്ന് എനിക്കും ലഭിച്ചിരിക്കുന്ന വിവരം. 13 വയസ്സുള്ളപ്പോൾ ആൺസുഹൃത്ത് ഇന്നലെ പിടിയിലായ സുബിൻ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. ശേഷം കുട്ടിയുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും വാങ്ങി. 2 വർഷം മുൻപൊരു ദിവസം റബ്ബർ തോട്ടത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. മറ്റൊരു ദിവസം പുലർച്ചെ 2 മണിക്ക് കുട്ടിയുടെ വീടിനടുത്ത് ഷെഡിൽ വെച്ചും പീഡിപ്പിച്ചു. തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ കൂട്ടുകാർക്ക് കാഴ്ചവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇന്ന് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തത് 3 കേസുകളാണ്. ഇതിൽ 9 പേരാണ് പിടിയിലായത്. ഇതിലൊരാൾ +2 വിദ്യാർത്ഥിയാണ്. ഷംനാദ്, അഫ്സലിന്റെ സഹോദരൻ ആഷിഖ്, നിതിൻ പ്രസാദ്, അഭിനവ്, കാർത്തിക്, സുധീഷ്, അപ്പു എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. പരാതിയിന്മേൽ ആദ്യം കേസെടുത്തത് ഇലവുംതിട്ട പോലീസാണ്. 5 പേരെ ഇന്നലെ തന്നെ പിടികൂടി. സുബിൻ, VK വിനീത്, K അനന്തു, S സന്ദീപ്, അച്ചു ആനന്ദ്, S സുധി എന്നിവരാണത്. പിടിയിലായവരിൽ നവവരനും അടുത്ത ദിവസം വിവാഹം തീരുമാനിക്കപ്പെട്ട യുവാവും ഉൾപ്പെടും. പീഡനകാലത്ത് പിതാവിന്റെ മൊബൈൽ ഫോണാണ് പെൺകുട്ടി പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. രാത്രികാലത്ത് ഈ മൊബൈലിൽ വിളിച്ചാണ് പലരും പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത്. ഫോണിൽ സേവ് ചെയ്യപ്പെട്ടിരുന്നതിൽ തിരിച്ചറിയപ്പെട്ട 32 പേരിലേക്കാണ് ആദ്യഘട്ട അന്വേഷണം. മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന 18കാരുടെ മൊഴി ഇന്നും രേഖപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. അടുത്തിടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്രമീകരിച്ച കൗൺസിലിംഗിനെ തുടർന്നാണ് പെൺകുട്ടി ദുരനുഭവം പങ്കുവച്ചത്. മൊഴിപ്രകാരമുള്ള പേരുകൾ കണക്കാക്കുമ്പോൾ പോക്സോ വിഭാഗത്തിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ പ്രതികളുള്ള കേസായി ഇത് മാറ്റപ്പെട്ടേക്കാം. ഒരുപക്ഷെ സൂര്യനെല്ലി കേസിനേക്കാൾ ഒരു പടി മുന്നിൽ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.